കാറ് പാർക്ക് ചെയ്തിട്ട് പുറത്തേക്ക് നോക്കുകയായിരുന്നു. അപ്പോൾ കുറേ കാറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചീറിപ്പായുന്നുണ്ട്. ഇതുപോലൊക്കെ തന്നെയല്ലേ നമ്മുടെ ജീവിതവും, അല്ലേ? നമ്മുടെ ജീവിതമാകുന്ന കാറ് നമ്മളിങ്ങനെ ഓടിച്ച് പോവാണ്. പക്ഷെ ഇവിടെ ജീവിതമാകുന്ന കാറ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഒരുപാട് എന്നെ അതിശയപ്പെടുത്തിയത് ഈ ഒരു സ്റ്റിയറിംഗ് ഇല്ലേ, ഈ സ്റ്റിയറിങ്ങിൻ്റെ കൺട്രോൾ ആരുടെ കയ്യിലാണ്? നമ്മുടെ കയ്യിലാണ്, അല്ലേ? അപ്പോൾ നമ്മൾ പറയും നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ കൺട്രോൾ നമ്മുടെ കയ്യിലാണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷെ ഒരു പരിധി വരെ നമ്മുടെ കയ്യിലല്ലേ. ഈ സ്റ്റിയറിങ് വലത്തോട്ടോ ഇടത്തോട്ടോ നേരെ പിടിക്കണമെന്നോ എന്നുള്ളത് നമ്മുടെ കയ്യിലാണ്. ചിലപ്പോൾ ആക്സിഡൻറ്റ്സ് ഉണ്ടാവാം, ചിലപ്പോൾ നമ്മളിങ്ങനെ പോകുമ്പോൾ ഒരു വഴിയിൽ തടസ്സം ഉണ്ടാവാം. അവിടെ ഈ ഡ്രൈവറിൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡാണ് നമ്മൾ മുന്നോട്ട് നയിക്കുന്നത്. എത്ര വലിയ സൂപ്പർ കാർ ആണെങ്കിലും ഡ്രൈവർ ആൾ ശരിയല്ലെങ്കിൽ എവിടെയെങ്കിലും ഇടിച്ച് ആളവിടെ കിടക്കും. ഇനി വഴി തടസ്സം വന്നു കഴിഞ്ഞാൽ ഡ്രൈവർ ആൾ അത്ര ഉഷാറല്ലെങ്കിൽ ഡ്രൈവർ എന്ത് ചെയ്യും? അയ്യോ എൻ്റെ വഴി തടസ്സപ്പെട്ടു, ഞാൻ എന്ത് ചെയ്യും, അല്ലേ? അങ്ങനെ നമ്മൾ ആ ഒരു യാത്ര തുടരണമെങ്കിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. എത്ര വലിയ കാറുകളാണെങ്കിലും എത്ര വലിയ സൗകര്യങ്ങളുണ്ടെങ്കിലും നമ്മൾ ആ ഒരു ലൈഫിനെ ഡ്രൈവ് ചെയ്യുന്ന ആശ്രയിച്ചായിരിക്കും നമ്മുടെ ലൈഫിൽ നമ്മൾ എവിടെ എത്തി നിൽക്കും എന്ന് തീരുമാനിക്കപ്പെടുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കാൻ എനിക്ക് പറയാനുള്ളത്, നമ്മളെല്ലാവരും ഇതുപോലെ കുറേ കാറുകൾ പോകുന്നവർ പോലെ ഓരോരോ ദിശയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ദിശകളിൽ നമ്മൾ വഴി കൊടുത്തും അതുപോലെ തന്നെ വഴി ചോദിച്ച് മേടിച്ചും വളരെ മാന്യമായി എല്ലാവർക്കും ഒരുപോലെ നിലനിൽക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ പരസ്പരം വിട്ടുകൊടുത്തും ക്ഷമിച്ചും ഒക്കെ പോവുകയാണെങ്കിൽ ഈ ജീവിതം എത്ര സുന്ദരമാവും, അല്ലേ? നമ്മുടെ ജീവിതവും നമ്മൾ പരസ്പരം മനസ്സിലാക്കി എല്ലാവർക്കും ഓരോ ലക്ഷ്യങ്ങളുണ്ട്. ഒരു ലക്ഷ്യം ഇല്ല എന്ന് പറയുന്നവന് ഒരു ലക്ഷ്യമുണ്ട്, അല്ലേ? അപ്പോൾ പരസ്പരം ബഹുമാനിച്ചും സഹകരിച്ചും നമുക്ക് മുന്നോട്ട് പോകാം. കാരണം ഒരു പരിധി വരെ ജീവിതം നമ്മുടെ കൺട്രോളിലാണ്, ഈ സ്റ്റിയറിങ് നമ്മുടെ കയ്യിലാണ്. അപ്പോൾ ഡിസൈഡ് where to go, drive your journey, and along the journey remember you are not alone. You are driving your life with a lot of people like you.